ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആര്യനും മിത്രയും ഗ്രൗണ്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആര്യം പറയും, നിനക്ക് എന്നോടുള്ള സ്നേഹം കാണുമ്പോഴാണ് മിത്രേ എനിക്ക് മനസ്സ് നിറയുന്നത്. ഇപ്പം തന്നെ എൻ്റെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുന്നില്ലേ, അതാട്ടോ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നത് എന്നൊക്കെ പറയുകയാണേ. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്കും സന്തോഷമാവുക. ഇനി എന്തായാലും താൻ ആലോചിച്ച് നിൽക്കാതെ ഓടാൻ നോക്ക്, ഇപ്പം തന്നെ സമയം പോയി, ഞാൻ ടൈമർ സെറ്റാക്കട്ടെ, ഞാനേ തനിക്ക് ഷൂ ഇട്ട് തരാം എന്ന് പറഞ്ഞ് ആരും തന്നെ മിത്രയ്ക്ക് ഷൂസ് രണ്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മിത്രയുടെ കണ്ണൊക്കെ നിറയാം. എന്തു പറ്റിയിട്ടോ, തൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല, കണ്ണിലൊരു കരട് പോയതാ ആര്യ എന്ന് പറയും. ഇങ്ങനെ കരട് പോയാലേ അത് ശരിയാവത്തില്ല, ഞാനേ ഊതിത്തരാം എന്ന് പറഞ്ഞ് ആര്യൻ മിത്രയുടെ കണ്ണൊക്കെ ഊതി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്നേ നീ ആലോചിച്ചിരിക്കാതെ ഓടാൻ നോക്കിക്കേ എന്ന് പറയും. ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ആരും തന്നെ മിത്രയോട് ഓടാൻ പറയാണ്. അങ്ങനെ നമ്മുടെ മിത്ര വളരെ സന്തോഷത്തോടു കൂടി പുതിയ ഷൂസൊക്കെ ഇട്ട് അവിടെ പ്രാക്ടീസ് നടത്തുകയാണ്. അതിനുശേഷം വീട്ടിൽ വന്നിരുന്ന് പുസ്തകമൊക്കെ തുറന്നു വെച്ച് പഠിക്കാനിരിക്കുകയാണ് മിത്ര. പക്ഷെ പഠനത്തിലൊന്നും അല്ല ആളുടെ ശ്രദ്ധ. മിത്രയാണെങ്കിൽ കാര്യമായിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ടോണ്ടാ മീന് വരുന്നത്. അപ്പം മീന് വരും, ഇവിടെയൊന്നും അല്ലേ, ഇതെന്താ മിത്ര നീ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കും. കാര്യം പറഞ്ഞേ. ഒന്നുമില്ല എന്ന് വെറുതെ പറയുന്നതാ, എന്തോ ഉണ്ട്, നീ കാര്യം പറ. അതെ മീൻ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വലിയ ജാടയില്ലാതെ നീ എന്താന്ന് വെച്ച് ചോദിക്കുക. എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ വലിയ മുഖവരെയൊക്കെ ഇടുന്നത് എന്ന് മീനാക്ഷി ചോദിക്കും. അത് വേറൊന്നും അല്ല മിത്രേ, നമ്മളെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ടല്ലേ കൊച്ചൻ സുകന്യ ചേച്ചിയെ പുറത്തു കൊണ്ടുപോകാമെന്ന് സമ്മതിച്ച്. അതെ, അത് ഉറപ്പാണല്ലോ, അതിലിപ്പോൾ എന്താ നിനക്ക് ഇത്ര സംശയം? അപ്പം നമ്മളെല്ലാവരും അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ കാര്യം മീൻ ചേച്ചിക്ക് ഉറപ്പാണോ? അതെ ഉറപ്പാണ്, നമ്മളെല്ലാവരും പറഞ്ഞായിരുന്നല്ലോ. ശരി, ഇനി ആണ് എൻ്റെ സംശയം, നീ കാര്യം ചോദിക്കണ്ടേ മിത്രേ എന്ന് അപ്പം മീനു പറയൂട്ടോ. അല്ല, നമ്മളെല്ലാവരും ഒരുപോലെ എഫേർട്ട് എടുത്തൊരു കാര്യത്തിന് സുഗിനി ചേച്ചി എന്താ ദേവിയടുത്തേക്ക് മാത്രം ഒരു നന്ദി പറച്ചിൽ നടത്തിയത്? അത് മീൻ ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ? അതിപ്പോൾ അതങ്ങനെയൊന്നും ആയിരിക്കില്ല, പെട്ടെന്ന് അങ്ങനെ അങ്ങ് തോന്നിക്കാണും. സുഗിനി ചേച്ചി അങ്ങനെ പറഞ്ഞു, അതത്രേ ഉള്ളൂ, നീ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്ന് മിത്രയോട് മീന് പറയൂട്ടോ. അതൊന്നും അല്ല മീൻ ചേച്ചി, പെട്ടെന്ന് അങ്ങനെ അങ്ങ് തോന്നി, പെട്ടെന്ന് അങ്ങനെ അങ്ങ് ചെയ്തതൊന്നും അല്ല. ഇതിന് മുന്നിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്. അവർ പർപ്പസ്ഫുള്ളി ദേവിയെ ഇടത്തേക്ക് മാത്രമായിട്ട് നന്ദി പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, അതിനിപ്പോൾ നമുക്കെന്താ പ്രശ്നം എന്ന് മീനു വീണ്ടും ചോദിക്കൂട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത കാര്യത്തിന് ഒരാൾക്ക് മാത്രം നന്ദി പറയണമെങ്കിൽ അതിലെന്തോ ഒരു കാര്യമില്ലേ മീനു ചേച്ചി എന്താ അങ്ങനെ ചിന്തിക്കാത്തത് എന്ന് അപ്പം നമ്മുടെ മിത്ര വീണ്ടും ചോദിക്കൂട്ടോ. അതത്ര ശരിയായ കാര്യമല്ലല്ലോ മീനു ചേച്ചി. ഏത് ശരിയായില്ലെന്ന്? നീ എന്തിനീ ആവശ്യമില്ലാതെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? ഇതാണോ നീ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നീ അവർക്ക് തോന്നിയ പോലെ ചെയ്യട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നത്? ചുമ്മാ നമുക്ക് ടെൻഷൻ അടിക്കാമെന്നല്ലാതെ എന്ന് മീനു ചോദിക്കും. മീനു ചേച്ചി, അതത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമൊന്നും അല്ല. അപ്പം മീനു ചിരിക്കുവേ. ഞാൻ ചിരിക്കാൻ പറഞ്ഞ ഒന്നും അല്ല മീനു ചേച്ചി, നമ്മൾ രണ്ടുപേരെയും സുഗന്യ ചേച്ചി അവഗണിച്ചതല്ലേ? മീൻ ചേച്ചി എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അവഗണിച്ചത് തന്നെയാ, എനിക്കത് മനസ്സിലായി, മനഃപൂർവ്വം ചെയ്തതാ. ഫുൾ ക്രെഡിറ്റും ഇടത്തേക്ക് കൊടുത്തിട്ട് നമ്മളെ അവർ നൈസായിട്ട് അവോയ്ഡ് ചെയ്തതാ. അതിനു പിന്നിൽ അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പെട്ടെന്ന് മിത്ര പറയണേ. അപ്പം മീനാക്ഷി പറയും, അവരെന്തോ പ്ലാൻ ചെയ്യട്ടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ഇത്രയും മീനാക്ഷിയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം സുകന്യ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മിത്രയുടെ സംസാരം കേൾക്കുന്ന സുകന്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. സുകന്യ പറയും, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം മിത്രയുടെ മനസ്സിലൊരു കരട് വീണിട്ടുണ്ട് ദേവിയെക്കുറിച്ച്. ഇനി അത് പതിയെ മീനാക്ഷിയിലേക്കും മിത്ര പകർന്നോളും. പിന്നെ പതിയെ രണ്ടുപേരും ദേവിയോട് അവഗണന കാണിക്കാൻ തുടങ്ങും. ദേവിയെ ഞാൻ എന്നോടൊപ്പം ചേർത്ത് നിർത്തും, ഈ കുടുംബത്തിലെ സമാധാനം ഞാൻ കളയും, നിങ്ങൾ 3 മരുമക്കളും ഇനി ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല, അതിന് സുകന്യ സമ്മതിക്കത്തുമില്ല, എൻ്റെ പ്ലാനുകളെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആക്കും ഞാൻ എന്നൊക്കെ സുകന്യ മനസ്സിൽ പറയുകയാണ്. അപ്പം മിത്രയുടെ സംസാരം കേൾക്കുന്ന മീനാക്ഷി പറയും, എൻ്റെ മിത്രേ, നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? നിനക്ക് പഠിക്കാൻ എന്തൊക്കെയുണ്ട്, നീ അവിടെ ഇരുന്ന് പഠിക്കാൻ നോക്ക്. അപ്പം മിത്ര പറയും, ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല മീനു ചേച്ചി, നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പം നമ്മളെയും കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് തന്നെ നമ്മൾ എല്ലാവരും കൂടി എഫേർട്ട് എടുത്ത കൊച്ചിനെ കൊണ്ട് സുകന്യ ചേച്ചിയെ പുറത്ത് കൊണ്ടുപോകാൻ സമ്മതിപ്പിച്ചത്. എന്നിട്ട് സുകന്യ ചേച്ചി എന്താ ചെയ്തത്? ഒരാൾക്ക് മാത്രം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുത്ത് നന്ദിയും പറഞ്ഞു. അതിനിപ്പോൾ എന്താ, നമുക്കത് വലിയ കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല, നീ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്ന് മീനു പിന്നെയും പറയും. മീനു ചേച്ചി
പോലെ ചിന്തിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഒരു കുടുംബത്തിൽ 3 മരുമക്കളുണ്ടെങ്കിൽ 3 പേരോടും തുല്യമായ സ്നേഹവും പരിഗണനയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരാൾക്ക് കൂടുതൽ സ്നേഹം ബാക്കി 2 പേർക്ക് അവഗണന, ആ രീതി ഒരിക്കലും കൊള്ളില്ലല്ലോ. അതിനെ ഒന്നും കണ്ണടച്ച് നമ്മൾ ഇരിക്കാനും പാടില്ല എന്ന് മിത്ര പറയേ. അപ്പം ഇതും കേട്ടോണ്ടാ ഗോമതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗോമതി കരുതും ഗോമതിയെ പറ്റി സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഗോമതി ചോദിക്കും, ഞങ്ങൾ എപ്പോഴാണ് എൻ്റെ 3 മരുമക്കളെയും വേർതിരിച്ച് കണ്ടത്? എനിക്ക് എൻ്റെ 3 മരുമക്കളും ഒരുപോലെ തന്നെയാണ്. 3 പേരോടും എനിക്ക് തുല്യമായ സ്നേഹവും പരിഗണനയും ഒക്കെ ഉള്ളത് എന്ന് പറയുകയാണേ. അപ്പം മീന് പറയും, എൻ്റെ അമ്മയെ, അതിന് അമ്മയെപ്പറ്റി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പിന്നല്ലാതെ ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞത് എന്നെ പറ്റിയെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. അല്ലാതെ നിങ്ങൾ ആരെപ്പറ്റി ഇവിടെ സംസാരിച്ചത് എന്ന് ചോദിക്കാം. അപ്പം അപ്പച്ചി കാര്യം പറയാതെ ഇങ്ങനൊന്നും പറയാതെ എൻ്റെ അപ്പച്ചി, ഞങ്ങൾ സംസാരിച്ചതേ വേറൊരാളെ പറ്റിയോ? ഇവിടെ വേറൊരാൾ ആരാ ഉള്ളത്? നിങ്ങൾ എന്നെ പറ്റി തന്നെ സംസാരിച്ചത്. ചുമ്മാ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കരുത് രണ്ടും കൂടി എന്ന് പറയൂട്ടോ. അത് കേൾക്കുന്ന മിത്ര പറയും, എൻ്റെ അപ്പച്ചി ഞങ്ങൾ സംസാരിച്ചതേ സുകന്യ ചേച്ചിയെ പറ്റിയാ. അതിന് സുകന്യ എന്ത് ചെയ്തു? ഇന്ന് തന്നെ അപ്പച്ചി കണ്ടില്ലായിരുന്നോ? നമ്മൾ എത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടാ കൊച്ചച്ഛൻ സുകന്യ ചേച്ചിയും കൊണ്ട് പുറത്തു പോകാൻ സമ്മതിപ്പിച്ചത്? അതെ. എന്നിട്ട് സുകന്യ ചേച്ചി എന്താ ചെയ്തത്? ദേവിയടത്തേക്ക് മാത്രം നന്ദി പറഞ്ഞു. ക്രെഡിറ്റ് മുഴുവൻ ദേവിയടത്തേക്ക് കൊടുത്തു. അത് നല്ല കാര്യമായിട്ട് അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ? അപ്പം മിത്രയുടെ ചെവി പിടിക്കും കേട്ടോ നമ്മുടെ ഗോമതി. എന്നിട്ട് പറയും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കാൻ നീ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കും. നിങ്ങൾ 3 മരുമക്കളും ഒറ്റക്കെട്ടായിട്ട് എപ്പോഴും നിൽക്കണം. തമ്മിൽ അടിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും 3 കൂടി തുനിഞ്ഞ 3നെ ഞാൻ എടുത്ത് വീടിൻ്റെ പുറത്തെറിയും. പറഞ്ഞേക്കാം. ഇത്രേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടവിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നീ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ശരിയാക്കും. നിന്റെ ചെവി ഞാൻ പൊന്നാക്കും എന്ന് പറഞ്ഞ് ഗോമതി മിത്രയുടെ ചെവി പിടിച്ച് തിരിക്കും കേട്ടോ. വീടപ്പച്ചി വീട് എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര അവിടെ കിടന്ന് തുള്ളുവേ. മീന് പറയും, അമ്മേ ഒരു കിഴക്ക് അവൾക്ക് അത്യാവശ്യമായിരുന്നു, അതെന്തായാലും കൊടുക്കമ്മേ എന്ന് പറയാം. അപ്പച്ചി വീടപ്പച്ചി, ഞാനേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം മീനു ചേച്ചിയോട് പറഞ്ഞതേ ഉള്ളൂ. അതിന് ഇത്രയ്ക്കൊന്നും നിങ്ങൾ വഴക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയേ. അപ്പം നമ്മുടെ മിത്രയുടെ കൈ പിടിച്ചിട്ട് ഗോമതി പറയും, എടി മോളെ, തമാശയായിട്ട് അപ്പച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ അപ്പച്ചി? ഓരോ കുടുംബത്തിലും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. ഒരു കൂട്ടുകുടുംബം ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിക്കങ്ങ് വിട്ട് കളഞ്ഞേക്കണം. മനസ്സിലായോ നിനക്ക്? ഇതൊന്നും ഊതി വീർപ്പിക്കാൻ ഒരിക്കലും നീ നിൽക്കരുത്. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാനേ അത് പോയി ചെയ്യട്ടെ. നിങ്ങളെന്നാൽ സംസാരിച്ച് ഇവിടെ ഇരിക്കുക. പിന്നെ ഉണ്ടല്ലോ, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനോട് മറക്കരുത് എന്ന് മിത്രയോട് പറയുകയാണേ. എന്നിട്ട് ഗോമതി അങ്ങോട്ട് പോവുക. അപ്പം മിത്രയും മീനാക്ഷി അവിടെ തന്നെ നിൽക്കുക. അപ്പം മിത്ര ചോദിക്കും, അതെ മീൻ ചേച്ചി കുറച്ച് മോശമായി പോയല്ലേ? എന്നാലും ഏടത്തേക്ക് മാത്രമായിട്ട് എന്നും പറഞ്ഞ് മിത്ര വീണ്ടും പറയും, ഇനി നീ കാര്യം മിണ്ടരുത് എന്നും പറഞ്ഞ് മീനും അവിടെ നിൽക്കുക. ശരി, ഞാൻ ഇനി മിണ്ടുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? പക്ഷേ ദേവിയടുത്തേക്ക് മാത്രമായിട്ട് നന്ദി പറഞ്ഞത് മീനു ചേച്ചിക്ക് ഫീൽ ചെയ്തില്ലേ? അയ്യോ, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് മീനു ചേച്ചി പറയും. എന്നാൽ എനിക്ക് ഫീൽ ചെയ്തു എന്ന് അപ്പം മിത്ര പറയും. അപ്പം സുകന്യ പറയും, അപ്പം ദേവിയോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിച്ച മരുമക്കൾക്കിടയിൽ നല്ലൊരടിക്ക് സാധ്യതയുണ്ടല്ലേ? അപ്പം ഇത് തന്നെ ഇവിടെ ഉപയോഗിക്കാം. ഇനി ദേവിയെ നിങ്ങളുടെ കൂടെ ഞാൻ എന്തായാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സുകന്യ അപ്പം മനസ്സിൽ പറയുകയാണേ. ഈ മിത്ര അത്ര പാവമല്ല, പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാൻ മിത്ര മാത്രം മതി എന്നൊക്കെ സുകന്യ മനസ്സിൽ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കാം. അതേസമയം ഉദയഭാനുവിൻ്റെ വീട്ടിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ. കാശുണ്ടാക്കണമല്ലോ. അവിടെ ഇരുന്ന ഒരു ജഗ്ഗിലിരുന്ന വെള്ളം മുഴുവനും ഒറ്റയടിക്ക് കുടിക്കും. അപ്പോൾ ശ്രീകല ചോദിക്കും, എന്താ മനുഷ്യൻ നിങ്ങളീ കാണിക്കുന്നത്? എൻ്റെ അമ്മോ, ഒരു വിധത്തിലാ ശ്രീകലെ ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എൻ്റെ പൊന്നെ, ആ ബാലനെ കൊണ്ട് എന്ത് ശല്യമാണെന്ന് അറിയാവോ ശ്രീകലെ? എന്നോട് ചോദിക്കാതെ അയാൾ കൊണ്ട് ഈ വാക്ക് കൊടുത്തിരിക്കുന്നു. എങ്ങനെ നടന്ന ബാലനാ? ബാലൻ ആർക്ക് കൊടുത്തുന്ന നിങ്ങൾ ഈ പറയുന്നത്? ആ എഞ്ചിനീയർക്ക് ഈ ആഴ്ച തന്നെ 10 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിലിട്ട് കൊടുക്കണമെന്ന്. എന്ത് ചെയ്യും ഞാൻ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഉദയേട്ടാ? അക്കൗണ്ടിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച പിടിച്ച് നിൽക്കാം. ബാലൻ അയാൾക്ക് വാക്ക് കൊടുത്തതല്ലേ? എന്നോട് ചോദിച്ചിട്ടാണോ അയാൾ വാക്ക് കൊടുത്തത്? നിങ്ങളുടെ തള്ളു സത്യമാണെന്ന് ബാലൻ അങ്ങ് വിശ്വസിച്ചു. എങ്ങനെയാ അയാൾക്ക് വാക്ക് കൊടുത്തത്? അതിന് ബാലനെ കുറ്റം പറയാൻ പറ്റുമോ? മനുഷ്യ, ഒരാഴ്ചക്കുള്ളിൽ 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലേ നമ്മുടെ കാര്യം എന്താവും? ബാലന്റെ മുന്നിലേ ഉദയഭാനു സാർ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സകല ഇമേജും തകർന്ന് തരിപ്പണമാകും. മനസ്സിലായോ? എടി,
എടി, ഈ ഉദയഭാനു ഉണ്ടാക്കിയെടുത്ത കോടീശ്വരൻ എന്ന ഇമേജ് അത് അങ്ങനെ ഇങ്ങനെ ഒന്നും തകരില്ല. അതെ, നിലനിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. അത് നിലനിർത്താൻ ഞാൻ എന്തും ചെയ്യും, എന്തു വലിയ തരികടയും ചെയ്യും. ഓ, മുൻപിൽ എല്ലാ വഴികളും അഴിഞ്ഞ് ഗതികെട്ട് നിൽക്കുന്ന അവസ്ഥയെ നിങ്ങൾ എന്ത് ചെയ്യാനാ എൻ്റെ മനുഷ്യ എന്ന് അപ്പൊ ശ്രീകല ചോദിക്കേ. ശ്രീകലേ, അങ്ങനെ വഴികളെല്ലാം ഒന്നും അടഞ്ഞിട്ടില്ല, ഒരു വഴി തെളിയുന്നേ എന്ന് പറയും. എടീ, ഈ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. ആർക്ക്? നമ്മളെ സഹായിക്കാൻ ആർക്ക് കഴിയുമെന്നാ പറയുന്നത്? സത്യത്തിൽ ഉദയഭാനുവിന്റെ കോടീശ്വരൻ ഇമേജ് തകരാതിരിക്കേണ്ടത് അയാളുടെ കൂടി ആവശ്യമാണ്. നിങ്ങൾ ഇത് ആരുടെ കാര്യമായി പറയുന്നത്? ആര് സഹായിക്കുന്ന? നമ്മുടെ മരുമകൻ ആനന്ദ് നമ്മളെ സഹായിക്കും. ആനന്ദ് നമ്മളെ സഹായിക്കുന്നല്ലേ? ഈ ആവശ്യം പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. അവൻ അതുപോലെ ദേവിമോളെ ഇവിടെ കൊണ്ടാക്കും എന്നേക്കുമായിട്ട് എന്ന് പറയൂട്ടോ. അതുപോലെ നിങ്ങളുടെ സമാധാനമാകൂലോ എന്ന് പറയും. ഇല്ലടി, ഇല്ല, ഇനി ഒരിക്കലും അവളെ കൊണ്ട് വിടില്ല. എടോ മനുഷ്യ, നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെട്ടരുത്. അവനോട് ഒരിക്കലും കാശ് ചോദിക്കരുത്. അവൻ്റെ സ്വഭാവം അറിയാലോ. അവന് ഭ്രാന്ത് കയറി നിങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തെന്നൊക്കെ ഇരിക്കും. വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ എൻ്റെ മനുഷ്യ എന്ന് പറയൂട്ടോ. സ്ത്രീകളെ, ചില സമയത്തുണ്ടല്ലോ നിന്റെ ബുദ്ധി പ്രവർത്തിക്കേ ഇല്ല എന്ന് പറയും. എടീ, ഈ അവസ്ഥയിൽ ആനന്ദ് നമ്മളെ സഹായിക്കണം, അല്ലാതെ അവന് വേറെ വഴിയില്ല എന്ന് പറയേ. ദൈവാനുഗ്രഹം ആണോ അതോ ആരെങ്കിലും ചെയ്ത പുണ്യമാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് മാത്രമാ നമ്മുടെ മോള് ദേവമംഗലത്ത് തിരിച്ചെത്തിയത്. അത് നിങ്ങൾ മറക്കരുത്. ഇനി അവളുടെ ജീവിതം വെച്ച് കളിച്ചാലുണ്ടല്ലോ നമുക്ക് തന്നെ പണി കിട്ടും എന്ന് പറയും. സ്ത്രീകളെ, നമ്മൾ ഒരുമിച്ച് വിഷം കുടിക്കാൻ തീരുമാനിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ മറക്കാൻ പറ്റുമോ? ഓർമ്മയുണ്ടോടി നിനക്ക് എന്ന് വീണ്ടും ചോദിക്കും. അതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ഉദയേട്ട എന്ന് പറയേ. എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നും ബാക്കിയില്ല എന്ന അവസ്ഥയിൽ നിന്നപ്പോഴാണ് നമുക്ക് വിഷം എടുത്ത് കുടിച്ചാൻ നോക്കിയത്. അന്ന് ദൈവം നമ്മളെ അതിന്ന് കരകയറ്റി നമ്മുടെ മുന്നിൽ ഒരു സഹായം ചെയ്തു തന്നു. അപ്പൊ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ദൈവം അങ്ങനെ ഒരു സഹായം ചെയ്യേണ്ട ആവശ്യം എന്താ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. എടി, ഗതികേട് കൊണ്ടാ നമ്മൾ ഉടായ്പ കാണിക്കുന്നതെന്ന് അങ്ങേർക്കറിയാം. അതുകൊണ്ടാ നമ്മളെ അയാള് സഹായിച്ചത് എന്ന് പറയും. അയാളല്ല, ദൈവം സഹായിച്ചത് എന്ന് സ്ത്രീകൾ പറയും. മനുഷ്യ, സഹായിച്ച ഒരാളെ നിങ്ങൾ കൊഞ്ഞിനും കുട്ടി കാണിക്കരുത്. അതും ദൈവത്തോ നിരക്കാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് സ്ത്രീകൾ പറയാം. എടി, നമ്മുടെ മുന്നിൽ വഴിയുണ്ട്. ദൈവം നമ്മളെ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കാരണങ്ങളൊക്കെ ഉണ്ടാവും. കടം കയറി ആത്മഹത്യ ചെയ്യുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്. ദൈവം അവരെ സഹായിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? സഹായിച്ചാലും ഇവന്റെ നന്മ കാരണം ഇവൻ വീണ്ടും എവിടെയെങ്കിലും പണി മേടിക്കുമെന്ന് അങ്ങേർക്കറിയാം. അതുകൊണ്ടാ അങ്ങേര ആ വഴി പോകാത്തത്. പോയി ചാകട്ടെ എന്ന് ദൈവം തന്നെ വിചാരിക്കും. നേരെ മറിച്ച് എന്നെ പോലെയുള്ള ഉടായ്പകളെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അവിടെ നിന്ന് ഞാനൊക്കെ പിടിച്ചു കയറി രക്ഷപ്പെടുമെന്നും പുള്ളിക്കാരൻ അറിയാം. അത് നിങ്ങൾ പറഞ്ഞത് നേരാ. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന് നീ കേട്ടിട്ടില്ലേ സ്ത്രീകളെ? ദൈവത്തിന്റെ രീതി അതാണ്. അല്ലെങ്കിൽ വാചകം അടിച്ച് മറ്റുള്ളവരെ കുപ്പിയിലാക്കാൻ നിങ്ങൾക്കുള്ള കഴിവ് സമ്മതിച്ചേ പറ്റൂ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തോന്നാ ചെയ്യാൻ പോകുന്നത്? അതൊന്ന് പറഞ്ഞേ ആദ്യം എന്ന് സ്ത്രീകളെ പറയൂട്ടോ. എടി, നമ്മളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ആനന്ദിന് അറിയാം. കോടീശ്വരനായ അമ്മായിച്ചന്റെ ഇമേജ് സ്വന്തം അച്ഛന്റെ മുന്നിൽ തകരാതിരിക്കേണ്ടത് അവന്റെ ആവശ്യമല്ലേ? അല്ല, അതിപ്പം ഉദയേട്ട. എടി, ഈ അമ്മായിപ്പിന്റെ മുഖം രക്ഷിക്കാൻ 10 ലക്ഷം രൂപ തന്ന് അവൻ നമ്മളെ സഹായിക്കും, ഇല്ലേ സഹായിപ്പിക്കും. അവൻ തരുന്ന പണം അവന്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലൂലോ. അതുകൊണ്ട് പണം നഷ്ടപ്പെടും എന്നുള്ള പേടിയും വേണ്ട. മനുഷ്യ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ. നടക്കുന്ന കാര്യമല്ല എന്ന് നീ പറയണ്ട. ഇത് നടത്തിക്കും നമ്മള്. ആനന്ദ് പണം തരും. പക്ഷേ അവൻ പണം തരണമെങ്കിൽ ദേവി പറയണം. ദേവി പറഞ്ഞാൽ മാത്രമേ പണം തരുള്ളൂ. നമുക്ക് പണം തരാനേ ദേവി ഇപ്പൊ പറയും. എടി, നീ ആദ്യം അവളെ ഒന്ന് വിളിക്കുക. ഈ കാര്യം വിളിക്കാനേ ഞാൻ അവളെ വിളിക്കത്തില്ല. ഉദയേട്ടന് അതിന് എന്നോട് പറയേ വേണ്ട. എൻ്റെ പൊന്നു സ്ത്രീകളെ, നീ അവളെ ഒന്ന് വിളിക്കുക. എന്നിട്ട് ഇത് അച്ഛൻ്റെ ഐഡിയ ആണെന്ന് അവളോടൊന്ന് പറ. അവളുടെ മറുപടി എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതറിഞ്ഞിട്ട് വേണം അടുത്ത
അടുത്ത ചുവട് വെക്കാൻ അതിനു വേണ്ടിയിട്ടാ എന്ന് പറയും. ആനന്ദ് പണം തരുമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്കങ്ങ് ഉറപ്പാണോ എന്ന് ശ്രീകലയോട് ചോദിക്കേ. എടി, ദേവി ഗർഭിണിയാണ്. ബാലന്റെ മുൻപിൽ നമ്മുടെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ആനന്ദിനാ. അതുകൊണ്ട് ദേവിയോടും നമ്മളോടും അവന് ദേഷ്യമുണ്ടെങ്കിലും അവന്റെ കുടുംബത്തോടും അവന്റെ കുഞ്ഞിനോടും അവന് സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ദേവിയെ അവൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയത്. അപ്പൊ പിന്നെ അവൻ തരൂടി. എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ആനന്ദിനെ നമ്മുടെ വരുതിയിലാക്കാൻ ഏറ്റവും നല്ല ആയുധമാണ് മോളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ്. ആ കുഞ്ഞാണ് നമ്മുടെ ആയുധം. ആ കുഞ്ഞിനു വേണ്ടി അവൻ നമ്മളെ അനുസരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അനുസരിപ്പിക്കും എന്ന് പറയുകയാണ്. എന്റെ ശ്രീകല, നീ ഒന്ന് സമയം കളയാതെ അവളെ ഒന്ന് വിളിക്കുക. അവൾ എന്താ പറയുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. പിന്നെ പണി പാളിയെന്ന് തോന്നിയ കുറ്റം മുഴുവൻ എൻ്റെ തലയിലിട്ട് നീ സേഫ് ആക്കിക്കോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്ന് ശ്രീകലയോട് പറയാണ് കേട്ടോ. അപ്പം എന്നിട്ട് ശ്രീകലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ദേവിനെ ഫോൺ വിളിക്കുക. അപ്പം അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കാണുമ്പം ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ദേവി കോൾ എടുക്കുന്നത്. എന്തായി, അവൾ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുക. ബെല്ലുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല എൻ്റെ ഉദയേട്ടാ. നിങ്ങൾ ധൃതി കൂട്ടാതെ ഇപ്പം എടുക്കുമായിരിക്കും എന്ന് പറയേ. അപ്പം ദേവി എടുക്കൂട്ടോ. ആ മോളെ, പറഞ്ഞു അമ്മേ എന്ന് ശ്രീകല പറയും. പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, അമ്മ വെറുതെ ഒന്ന് നിന്നെ വിളിച്ചതാ. നിനക്ക് സുഖമൊക്കെ തന്നെയാണല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ദേവി അപ്പോൾ വലിയ താല്പര്യമില്ലാത്ത പോലെ പറയേ. നിന്റെ സൗണ്ട് എന്താ വല്ലാണ്ടിരിക്കുന്നേ? പനിയുണ്ടോ എന്ന് അപ്പം ചോദിക്കേ. എനിക്ക് പനിയോ ചുമയോ ജലദോഷമോ ഒന്നുമില്ല. അമ്മ വിളിച്ചെന്താന്ന് വെച്ചാൽ പറ, കാര്യം എന്താന്ന് പറ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ പെണ്ണേ. അപ്പോഴത്തേക്കും ഉദയനാണ് ശ്രീകളോട് പറ എന്ന് പറയേ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയുന്നുണ്ടോ? അല്ല മോളെ, നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും. എൻ്റെ അച്ഛനൊന്നും വിളിച്ചില്ല. ഇല്ലല്ലോ, അമ്മ കാര്യം പറ. ഓ, അപ്പം അച്ഛൻ ആനന്ദനോട് കാര്യം ചോദിച്ചിട്ടില്ല എന്ന് അപ്പൊ ശ്രീകല പറയും. ഞാൻ പ്രത്യേകം പറഞ്ഞതാ, നിന്റെ അഭിപ്രായം ചോദിച്ചിട്ടേ ചോദിക്കാവൂ എന്ന് ശ്രീകല പറയേ. എന്ത് ചോദിച്ചിട്ടില്ല എന്ന്? എന്ത് കാര്യം? ആനന്ദേട്ടനോട് അച്ഛൻ എന്താ ചോദിക്കാൻ പോകുന്നത്? അല്ല മോളെ, നമുക്കേ പെട്ടെന്നൊരു പൈസയുടെ ആവശ്യമുണ്ട്. അത് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ എന്ന് ദേവി പറയും. ഇത്രയും വലിയ തുക ഇപ്പൊ എന്തിനാ? ഇത്രയും കാശിന്റെ ആവശ്യം ഇപ്പൊ അവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കും. അത്യാവശ്യം ഉണ്ട് മോളെ, അതുകൊണ്ടല്ലേ. അല്ല, ഈ 10 ലക്ഷം രൂപ ആനന്ദേട്ടനും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് അറിയേണ്ടത് എന്ന് ദേവി പറയുക. അത് പിന്നെ മോളെ, നിന്റെ അച്ഛനൊരു കോടീശ്വരനാണെന്നാണല്ലോ ദേവമംഗലത്തുകാർ കരുതിയിരിക്കുന്നത്. അപ്പം അതിന് അവരെ അങ്ങനെ വിശ്വസിപ്പിച്ചത് എൻ്റെ അച്ഛൻ തന്നെയല്ലേ, അല്ലാതെ അവർ സ്വയം കണ്ടെത്തിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചല്ലോ മോളെ എന്ന് അപ്പൊ ശ്രീകല പറയൂട്ടോ. പണത്തിന് അത്യാവശ്യമുണ്ടെന്ന് വെച്ചേ കോടീശ്വരനായ നിന്റെ അച്ഛനെ ദേവമംഗലത്തുകാരോട് സഹായം ചോദിക്കാൻ പറ്റുമോ? എന്താ അമ്മ പറഞ്ഞു വരുന്നത്? അത് പിന്നെ മോളെ, അച്ഛന് സഹായം ആവശ്യമുണ്ടല്ലോ. പക്ഷേ അവസ്ഥ അറിയാവുന്ന നിന്റെ ആനന്ദിനോട് വേണേ സഹായം ചോദിക്കാലോ. എന്താ അമ്മ പറഞ്ഞു വരുന്നത് എന്നപ്പം ദേവി ചോദിക്കും. അല്ല, അച്ഛൻ ചോദിക്കുമായിരുന്നേ, ആനന്ദ് വിചാരിച്ചാലേ അച്ഛനെ സഹായിക്കാൻ പറ്റത്തില്ലേന്ന്. 10 ലക്ഷം രൂപ ആനന്ദ് അച്ഛന് കൊടുക്കത്തില്ലേന്ന്. ആനന്ദേട്ടൻ അച്ഛനെ എങ്ങനെയാ സഹായിക്കേണ്ടേ എന്ന് ദേവി അപ്പൊ ചോദിക്കേ. ആനന്ദ് വിചാരിച്ചാൽ ഒരു 10 ലക്ഷം രൂപ നിസ്സാരമല്ലേ എൻ്റെ ദേവിമോളെ എന്ന് ശ്രീകല പറയും. അമ്മ ഇപ്പം കോടീശ്വരനായി തന്നെ നിലനിർത്തേണ്ടത് ആനന്ദിന്റെ കൂടി ആവശ്യമല്ലേ അല്ലേ മോളെ എന്ന് ശ്രീകല ചോദിക്കൂട്ടോ. ഹോ, അതായത് എൻ്റെ അച്ഛനെയും നമ്മളെയും കുറിച്ച് ആനന്ദേട്ടൻ അറിഞ്ഞ സത്യങ്ങൾ മറ്റാരെയും അറിയിക്കാതിരിക്കാൻ ആനന്ദേട്ടൻ എൻ്റെ അച്ഛന് 10 ലക്ഷം രൂപ കൊടുക്കണം. അതല്ലേ കാര്യം എന്ന് അപ്പം ദേവി അങ്ങോട്ട് ചോദിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ദേവമംഗലത്തെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയൂന്ന്. ഇതാണോ ഉദയഭാനു സാറിന്റെ പ്ലാൻ എന്ന് ചോദിക്കുവാണേ. അപ്പം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ശ്രീകല. അടുത്തുണ്ടാവുമല്ലോ, അങ്ങോട്ട് ചോദിച്ചേ, ഈ പ്ലാൻ തന്നെയാണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇല്ല മോളെ, അച്ഛനിവിടെ ഇല്ല എന്ന് അപ്പം ശ്രീകല പറയുക. ദേ അമ്മേ, കുരുട്ടുബുദ്ധിയുടെ ആശാനായ ഉദയഭാനു സാറിന്റെ മോളാണ് ഞാൻ. ഒരേ രക്തം. അച്ഛൻ്റെ ഉടായ്പ് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. കുഞ്ഞിലെ തൊട്ടേ ഞാനിത് കണ്ടല്ലേ വളർന്നത് എന്ന് പറയും. ആ ഫോണൊന്ന് സ്പീക്കറിലിട എന്ന് ശ്രീകലയോട് പറയും. മോളെ, അത് ഫോണൊന്ന് സ്പീക്കറിലിടാനാ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്ന് പറയും. ശരി, ഞാൻ ഇടാം എന്ന് അപ്പം ശ്രീകല പറയും. കേക്ക് മനുഷ്യ, അവക്ക് എന്തോ നിങ്ങളോട് പറയണോന്ന്. അച്ഛാ, ഞാൻ അച്ഛനെ അമ്മയെ കൊണ്ട് ഇപ്പം വിളിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും ഇല്ല മോളെ.
ദേ അച്ഛനും ഞാനും കൂടി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇന്നും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആനന്ദേട്ടൻ എന്ന ആ മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ആ മനുഷ്യത്വത്തിന്റെ വില ഇടാൻ അച്ഛൻ ശ്രമിച്ച പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എങ്ങനെയെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. നന്നായി മോളെ, നിന്റെ അച്ഛൻ ദേ ഇങ്ങനെ ഇവിടെ ചമ്മി ഇരിപ്പുണ്ട് എന്ന് അപ്പം ശ്രീകല പറയും. വേണ്ടാന്ന് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ മനുഷ്യ. അവളുടെ വായിലിരിക്കുന്ന കേട്ടപ്പം നിങ്ങൾക്ക് സമാധാനം ആയല്ലോ എന്ന് അപ്പം ശ്രീകല ചോദിക്കും. ആനന്ദിനോട് പണം ചോദിക്കാനുള്ള ബുദ്ധിയും കൊണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്, കേക്കണ്ടേ എന്ന് അപ്പം ശ്രീകല പറയും. നിങ്ങളെ രണ്ടുപേരും എനിക്ക് അറിയാലോ. പോട്ടെ, ഇനിയിപ്പം മോളെ അവർ നിന്നെ നല്ല പോലെയൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാം. എനിക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല. ഞാനിവിടെ സമാധാനത്തോടെയാ ജീവിക്കുന്നത്. ദിവസവും രാവിലെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കും. പിന്നെ ആയുർവേദ മരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ ലേഹ്യവും എനിക്ക് തരും എന്ന് ദേവി പറയൂട്ടോ. ലേഹ്യമോ എന്ന് പെട്ടെന്ന് ശ്രീകല ചോദിക്കും. അതെ എന്നും പറഞ്ഞ് നമ്മുടെ ദേവി നിൽക്കുന്നിടത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.